ഇവിടുത്തെ ഒരു ബ്രാഹ്മണന്റെ അല്ലെങ്കിൽ ഉന്നത കുലജാതി എന്ന് സ്വന്തം അവകാശപ്പെട്ട് പിതൃത്വം പോലും പറയാനില്ലാത്ത, അഡ്രസ് ഇല്ലാത്ത, മേൽവിലാസമില്ലാത്ത, പിതൃത്വം പോലും പറയാത്തമില്ലാത്തവന്റെ കിണറിൽ പോയി ഒരു ബക്കറ്റ് വെള്ളം കോരിയെടുക്കണമെങ്കിൽ അത് പാടില്ലാത്തൊരവസ്ഥ എന്റെ ജീവിതാദ്യത്തിന്റെ തുടക്കത്തിൽ ഞാൻ കണ്ടതാണ്. എന്ന് വെച്ചാൽ അവിടെ നിന്ന് വെള്ളം കിട്ടണമെങ്കിൽ മറ്റാരെങ്കിലും കോരി കൊടുക്കണം. ആ വീട്ടിലുള്ള ആള് കോരി ഇയാൾക്ക് പകർന്നു കൊടുത്താൽ മാത്രമേ അയാളുടെ കൈകൊണ്ട് തൊട്ടത് അശുദ്ധമാക്കാൻ പാടില്ലെന്ന് പറഞ്ഞ പിൽക്കാലത്തെ അവശേഷിച്ച വാലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് പിൽക്കാലത്തെ വാലുകളാണ്. എന്നാൽ മുൻകാലത്ത് ഇതിനേക്കാൾ പ്രശസ്ത. അവിടെയാണ് നമ്മൾ അംബേദ്കറിനെ വായിക്കേണ്ടത്. നേരത്തെ പറഞ്ഞു, എഴുതപ്പെട്ട ഭരണഘടനയിലെ ഏറ്റവും പ്രധാനമെന്നും ഏറ്റവും വലുതെന്നും പറയുമ്പോ അംബേദ്കർ അവിടെ വെച്ച് തുടങ്ങിയാൽ പോലെ ആദ്യം തന്നെ ഒരു പെണ്ണെടുത്ത് ഒരു വലിയ പുസ്തകം എടുത്ത് വെച്ച് ഭരണഘടന എഴുതിയതല്ല, മറിച്ച് താൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്റെ അനുഭവങ്ങളെ തന്റെ മനസ്സിൽ കുറെ ഭരണഘടന എഴുതിക്കുകയായിരുന്നു. സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അംബേദ്കറിന്റെ സീറ്റ് ഫ്രണ്ട് ബെഞ്ചിലല്ല, അത് എ ഗ്രേഡ് ഇല്ലാഞ്ഞിട്ടല്ല, A+ ഇല്ലാഞ്ഞിട്ടല്ല. അംബേദ്കർ ഇരുന്നത് ഏറ്റവും പിറകിൽ ചാക്ക് വിരിച്ചുകൊണ്ടാണ്. കാരണം അവിടെ ഇരിക്കാൻ പറ്റൂ. എന്റെ ദളിത് സഹോദരങ്ങൾ കേൾക്കണം. അന്നത്തെ സംഘപരിവാരം, ഇവിടുത്തെ സവർണ ഹിന്ദുത്വം, സവർണ ഫാഷിസം നിങ്ങളുടെ മുൻകാല സഹോദരനെ സീറ്റൊരുക്കിയിരുന്നത് ക്ലാസ് റൂമിലെ ഏറ്റവും പിറകിൽ ചാക്കിലായിരുന്നു എന്ന് പറയുമ്പോ ഇത് വെറുതെ അനാവശ്യം സംസാരിക്കുകയല്ല, മറിച്ച് ചരിത്രങ്ങളിൽ എഴുതപ്പെട്ട ആർക്കും മാറ്റി പറയാൻ കഴിയാത്ത വളരെ നഗ്നമായ സത്യം. അംബേദ്കർ പഠിച്ചത് ക്ലാസ് റൂമില് ഏറ്റവും പിറകിലിരുന്നു കൊണ്ട്, ചാക്കിലിരുന്നു കൊണ്ടാണ്. അംബേദ്കർ എഴുതി വെക്കുന്നുണ്ട്, നോ പ്യൂൺ നോ വാട്ടർ. അംബേദ്കർ എഴുതി വെക്കുക, നോ പ്യൂൺ. സ്കൂളിൽ പ്യൂൺ ഇല്ലെങ്കിൽ നോ വാട്ടർ, അന്ന് വെള്ളം കിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ? സ്കൂളിലെ പൊതു ടാപ്പിൽ വെച്ച് ഒരു ഗ്ലാസ് വെള്ളം തുറന്നെടുക്കാനുള്ള അനുവാദം ആർക്കില്ല? അംബേദ്കറിനില്ലായിരുന്നു. അന്ന് സ്കൂളിലെ പ്യൂണ് വന്നുകൊണ്ട് അംബേദ്കറിന് ആ ടാപ്പ് തുറന്നു കൊടുത്താൽ മാത്രം വെള്ളം കിട്ടൂ. ഏതെങ്കിലും ദിവസം പ്യൂണ് ലീവാണെങ്കിൽ അന്ന് വെള്ളം കിട്ടില്ലെന്ന് അംബേദ്കറെ കുറിച്ച് പഠിച്ചവർ അംബേദ്കറിന്റെ ചരിത്രത്തിൽ വളരെ കൃത്യമായി എഴുതി വെക്കുമ്പോ ജീവിത സാഹചര്യത്തിൽ അംബേദ്കർ ജീവിച്ചു പോയൊരു ഘട്ടം നമ്മൾ ആലോചിച്ച് നോക്കണം. വിദ്യാഭ്യാസത്തിന്റെ സീറ്റ് നിഷേധനം മാത്രമല്ല, അതിന്റെ സ്ഥാന നിഷേധം മാത്രമല്ല, കുടിക്കാനുള്ള വെള്ളത്തിന് പോലും സവർണന്റെ മുന്നിൽ ഒച്ചാനിച്ചു നിൽക്കേണ്ടി വന്ന അവസ്ഥയിൽ നിന്നാണ് അംബേദ്കർ പഠിക്കാനൊരുങ്ങുന്നത്. ഇന്ത്യ രാജ്യത്തെക്കുറിച്ച് പഠിക്കാനൊരുങ്ങിയ അംബേദ്കറിന് ഇവിടെയൊന്നും അവസാനിപ്പിച്ചു പോയില്ല പോരാട്ടം. ഞാൻ ഇകഴ്ത്തപ്പെട്ടവനെന്നോ പിന്നോക്കം പോയവനെന്നോ പിറകോട്ട് പോയവനോ എന്ന് മനസ്സിലാക്കാതെ അതെല്ലാം തണൽ കണിച്ചുകൊണ്ട് അംബേദ്കർ തന്റെ പഠനത്തിന് മുന്നോട്ട് പോവുകയായിരുന്നു.